നമസ്കാരം, വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടി പൊങ്ങത്താണ്. അപ്പോൾ നമ്മൾ കെയർലൈൻസിൻ്റെ ഒരുവിധമുള്ള എല്ലാ വണ്ടികളും കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊങ്ങത്ത് കിടക്കുന്ന വണ്ടിയൊന്നും മാത്രം കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ പൊങ്ങത്ത് കിടക്കുന്ന കെയർലൈൻസിൻ്റെ അവസ്ഥ കൂടി കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാലക്കുടി പൊങ്ങം പമ്പ്, വലിയ പമ്പാണ് കേട്ടത്. അപ്പോൾ അവിടെ കെയർലൈൻസിൻ്റെ വണ്ടി രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. ഒന്ന് അതാ കിടക്കണം, ഒന്ന് ഇതാ കിടക്കണം. അങ്ങനെ രണ്ട് വണ്ടി കിടക്കുന്നുണ്ട് ഇവിടെ. ഈ വണ്ടികൾ പിന്നെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ടാറിയുള്ളൊരു പ്രദേശമായ കാരണം വണ്ടിയുടെ മുകളിൽ മൊന്തം മറ്റേ കാട് മറ്റേ സംഭവം പച്ചപ്പൊന്നും കയറിയിട്ടില്ല അധികം കേട്ടോ. എന്തായാലും ഈ വണ്ടി വലിയ വിഷയമൊന്നുമില്ല. ഇതിൻ്റെ മുകളത്തെ ഈ സാധനം കണ്ട ഇതൊക്കെ നമുക്ക് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാക്കാൻ പറ്റുന്നതാണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്നാലും ഇതിൻ്റെ മുകളിലൊക്കെ പച്ചപ്പൊക്കെ കയറിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വേറൊരു ചേട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പം ഇങ്ങനെ കല്ലടറ വണ്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിറാഗിൻ്റെ വണ്ടികൾ സ്കാനിയൊക്കെ ക്രാഫ് കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്. ചിറാഗിൻ്റെ സ്ലീപ്പർ വണ്ടികളൊക്കെ വളരെ വിഷമം തോന്നും ഇങ്ങനത്തെ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ. ഈ ഭാഗത്തൊക്കെ കണ്ട മൊത്തം പച്ചപ്പ് കയറിയിരിക്കുകയാണ് കേട്ടോ. ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പച്ചപ്പാണ്. സിദ്ധഗംഗ കേരള ലൈൻസ് എന്നൊക്കെ കൊണ്ടതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. മുകളിലൊക്കെ പച്ചപ്പാണ് മൊത്തം നമുക്ക് കാണാൻ കഴിയണേ കേട്ടോ. എന്തായാലും അത്ര നല്ല വണ്ടി ഇങ്ങനെ കിടന്നിങ്ങനെ നശിക്കുക എന്ന് പറയുമ്പോഴേ ഇത് എഞ്ചിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ അങ്ങനെ ഉണ്ടാവില്ല. ക്യാമറയും CCTV ഒക്കെ ഉള്ള കാരണേ വലിയ വിഷയമൊന്നും ഇവിടെ വരില്ല അങ്ങനെ. എന്നാലും എന്താ പറയുക, എൻ്റെ ടയറൊക്കെ ചിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അതായത് ടയറൊക്കെ ഇനിയൊന്നും പറ്റില്ല, അത് ഉടഞ്ഞു പോയി. അത് എന്താ കിടക്കണ നോക്കിയ ടയറിൻ്റെ ഭാഗം ഒരു കാലത്ത് എങ്ങനെ ഓടിയിരുന്ന വണ്ടികൾ അതൊക്കെ. അപ്പോൾ നമ്മൾ ചാലക്കുടി ഭാഗത്ത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാലക്കുടിയും നമ്മൾക്ക് അത് ഒരു എന്താ പറയുക, നമ്മളൊരു പാട്ടായിട്ട് എടുത്തപ്പോൾ അതുകൂടി എടുത്തു എന്ന് മാത്രം കേട്ടോ. ഈ വണ്ടിക്ക് വലിയ വിഷയമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് വണ്ടിയിൽ എടുത്തിട്ട് ഇവർക്ക് ഓടിച്ചുകൂടെ ആവുമോ അല്ലേ നോക്കി. അതിൻ്റെ ഒരു പിന്നെ എവിടെ പോയാലും ഇതൊക്കെ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളത് സംഭവങ്ങളൊക്കെ. അതിൻ്റെ സ്കാനിയുടെ ഇതൊക്കെ വെച്ചേക്കണം, ഓട്ടോമാറ്റിക് ക്രൂസ് കൺട്രോൾ എന്നൊക്കെ കൊണ്ട് എഴുതിയേക്കുന്നതും പിന്നെ ആ സംഭവങ്ങളൊക്കെ. അതിൽ വലിയൊരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവരുടെ ഓൺ ബോർഡ് പോകുമ്പോൾ അവരുടെ ഒരു ബോർഡ് കൊടുക്കില്ലേ, അതിൽ നമ്മുടെ ആ ഫയലിൽ അവരുടെ ലാസ്റ്റ് പോയിട്ടുള്ള ആളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. എന്തൊരു വിഷമല്ലേ. വണ്ടി ഇൻറ്റീരിയർ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇൻറ്റീരിയറൊന്നും ഒരു കുഴപ്പമില്ല, വണ്ടി നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഇത് സാധനം ആർക്കെങ്കിലും ഇത് ഓടിക്കാൻ കൊടുക്കുക, ലീസിന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ആർക്കെങ്കിലും ഇതൊന്ന് സെറ്റാക്കാൻ കൊടുത്തുകൂടെ ഞാൻ ചോദിക്കണത്. ഈ വണ്ടി പ്രാന്തന്മാരെൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റിലിട്ടു, ഇത് വണ്ടി കഴുകാൻ തരുമോ, അല്ലെങ്കിൽ ഞാൻ കഴുകി പൊന്നു പോലെ നോക്കിക്കോളാം. അറ്റ്ലീസ്റ്റ് എന്നാൽ ഒരു ഷെൽട്ടറിൻ്റെ ഉള്ളിൽ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം പറ്റില്ല. രണ്ടാമത്തെ വണ്ടിയിലേക്ക് പോകാം. ബാക്കിൽ തന്നെയാണ് രണ്ടാമത്തെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ടാർപോളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഇത്ര പ്രശ്നം പറ്റില്ലായിരുന്നു. പിന്നെ വണ്ടി പ്രാന്തന്മാർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വണ്ടി വന്ന് കഴുകി വൃത്തിയാക്കി ഇടാം കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വണ്ടിയൊക്കെ വൃത്തിയാക്കുക വന്നിട്ട്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കിടക്കുന്നുണ്ട്, പിന്നെ പത്തനംതിട്ട കിടക്കുന്നുണ്ട്, തൃശ്ശൂർ മണ്ണുത്തി പാലത്തിൻ്റെ അടുത്ത് അടിയിൽ കിടക്കുന്നുണ്ട്, പിന്നെ ഈ ചാലക്കുടി താഴെയും കിടക്കുന്നുണ്ട്, ചാലക്കുടി പൊങ്ങത്തും കിടക്കുന്നുണ്ട്. പമ്പിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ, പെട്ടെന്ന് കാണില്ല വണ്ടി. അപ്പോൾ ഇത്രയും സ്ഥലത്ത് വന്നിട്ട് നിങ്ങളൊക്കെ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക, ഇത്രയും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. പിന്നെ മാത്രമല്ല ഈ വണ്ടിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചിലവരൊക്കെ പറയുന്നുണ്ട് വണ്ടി എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഓടിക്കാൻ പറ്റുമോ നമുക്ക് തന്നെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്പർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട് ഇവർക്കെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കണത്. ലയബിലിറ്റീസ് കൂടുമ്പോൾ എളുപ്പമല്ലല്ലോ ഈ സാധനങ്ങളൊക്കെ ഇറങ്ങാൻ. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇതൊക്കെ ഡോറൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നു. ആരൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. എല്ലാ വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ സാധനം ഊരി കളഞ്ഞേക്കണം, ഊരി പൊട്ടിച്ചേക്കണം. അത് വലിയൊരു വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ. ഇതിപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ കിടക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ രൂപം കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഏറ്റവും രസമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുതപ്പൊക്കെ ഇരിക്കണമെങ്കിൽ അവരുടെ ആ പുതപ്പൊക്കെ അങ്ങനെ ബണ്ടിലാക്കിയിട്ട് വെച്ചേക്കാണ്. ഞാൻ ഉള്ളിലേക്കൊന്നും കയറണില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ കച്ചടകൾ കിടക്കുന്നുണ്ട്. ഒരു വണ്ടിയുടെ ജസ്റ്റ് കയറി നോക്കാമല്ലോ എന്തായാലും. നമുക്ക് കയറുമ്പോൾ പേടിയാവില്ല, പാമ്പോ പെരിച്ചാഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ധനിച്ചീര എന്തൊക്കെയോ കിടന്നിട്ട് ആകെ നാശമായിരിക്കണം. വണ്ടിയുടെ ഒരു അവസ്ഥ നോക്കി ഉണ്ടോ. കംപ്ലീറ്റ് സീറ്റുകൾ നല്ല ലെതർ സീറ്റുകളാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അയക്കണത്. എന്തൊക്കെ ഷീറ്റിലേക്ക് കണ്ട പാമ്പെന്തെങ്കിലും ഉണ്ടാവുമോ. പിന്നെ ഇതിൻ്റെ നോക്കി ആ വേസ്റ്റിൻ്റെ ഫ്ലോറൊക്കെ നോക്കി അതിൻ്റെ മുകളിലുണ്ട കംപ്ലീറ്റ് പൂപ്പിൽ പുറത്തേക്ക് വന്നേക്കണം. എന്തൊക്കെയാ പറയാ. അതുപോലെ TV ഒന്നും വലിയ കാര്യമായിട്ട് ആരും പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. TV ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ആരെയിലൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന വിചാരിച്ച പക്ഷെ ഒന്നും കൊണ്ടുപോയി. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ കയറുന്നുണ്ട്.
പിന്നെ വിഷമകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും കാട്ടിത്തരാം. ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചേക്കണം നോക്കി. അത് ഏത് തെണ്ടികളാണ് ചെയ്യണേ നോക്കി. ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ട് ഇത് ചിന്നിയാക്കി കിടക്കണം നോക്ക്. ആൾക്കാരെ എന്താ ഗ്ലാസ് പൊട്ടിച്ച് എറിഞ്ഞേക്കാണ് നോക്കി. നിങ്ങൾ തന്നെ പറയും ഇതൊക്കെ ആരാ ചെയ്യണം ഇങ്ങനെയൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ്? അതോ വണ്ടി അങ്ങനെ കയറ്റിയിട്ടൊക്കെ പൊട്ടിയതാണ്? എന്താ സംഭവം? എങ്ങനെയായാലും ഇതൊക്കെ നാശക്കൊള തോണ്ടിയിട്ടൊക്കെ കിടക്കണം കേട്ടോ. ഇതൊക്കെ ഇവിടെ ടൂൾ ബോക്സ് ഉണ്ട്, അതൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നാലും ആർക്കും കയറാമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കയറിയില്ലേ, ഇപ്പോൾ ഇതുപോലെ ആർക്കും കയറാമല്ലോ. വണ്ടി ഇത്തിരി നല്ല വണ്ടി നമുക്ക് ഇന്റീരിയറൊന്നും ഒരു ഒന്നും പറ്റിയിട്ടില്ല. നല്ല ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ഇതൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. ഇത് ആർക്കെങ്കിലും ഇത് സ്കാനിയക്ക് തന്നെ തിരിച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് തിരിച്ച് മേടിച്ച് നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് വലിയൊരു പുണ്യകർമ്മമാവുന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ കാർബണിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിജിറ്റൽ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര നന്നായിട്ട് ഓടിയതിനൊരു വണ്ടിയാണ്. ആ വണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടത്. സ്കാനിയയുടെ ആ സ്റ്റീറിംഗ് വീല് നോക്കി, അതൊക്കെ ആകെ നാശമായി. സ്റ്റീറിംഗ് വീലൊക്കെ അതിൻ്റെ റിട്രാർഡ് ബ്രേക്ക് സിസ്റ്റം ആ കാര്യങ്ങളൊക്കെ കാണുന്നത് നോക്കി. ലിവറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കി, അതൊക്കെ നാശമായി. ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ വേളാങ്കണ്ണി മാതാവും ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പഴനിയാണ്ടവൻ മുരുകൻ എല്ലാം ഉണ്ട്. ഇവരൊക്കെ കാണുന്നുണ്ടല്ലോ ഈ കാഴ്ചകളൊക്കെ. ഇങ്ങനത്തെയും നല്ല വണ്ടികളൊക്കെ ഇങ്ങനെ നാശമായി കിടക്കണത് ഒന്നുമില്ല. ഇതൊക്കെ ഫിൻഷ്യല് പൊട്ടിയിട്ടുണ്ടാവില്ലേ, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വണ്ടികളൊക്കെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റും നമുക്കൊന്ന് ഉറപ്പാണ്. യാതൊരു സംശയം വേണ്ട. ഈ വണ്ടികളൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. വല്ലാത്തൊരു വിഷമമാട്ടോ നമുക്കിതിങ്ങനെ. വിഷമം കൂടുതൽ കാരണം അത് എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും കണ്ടിട്ട് ഒന്ന് ചിലവരൊക്കെ കമൻറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു, അയ്യോ കമൻറ്റ് ഇവൻ്റെ ഇതൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു, അവനെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല, അവൻ്റെ അയ്യോ എനിക്ക് കരച്ചിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദരിദ്രവാസികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓ നിങ്ങളടുത്തൊക്കെ ഒന്ന് പറയാമല്ലോ നാറികളെ, നിങ്ങൾ ഈ വണ്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ തോന്നുള്ളൂ. അല്ലാതെ വല്ല കള്ളും കഞ്ചാവ് അടിച്ചിറക്കണവരത്തൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായി? നെഞ്ച് പൊട്ടും. ഇത് വണ്ടി എവിടെ സ്നേഹമുള്ള ആൾക്കാർ ഈ കമൻറ്റ് മോശം കമൻറ്റ് ഇടുന്നവരൊക്കെ ഇതുപോലെ അവർക്ക് കുറെ കാശുണ്ടാക്കിയില്ലേ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കണ്ടു. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ കമൻറ്റ് ഇടണട്ടാ നാറികളെ. മനസ്സിലായ? ഇതൊക്കെ എനിക്കൊരു കോപ്പുണ്ടായില്ല. ഞാൻ യൂട്യൂബിലൊരു കോപ്പല്ല നാറികളെ. ഞാൻ ഒരു കോപ്പുമല്ല. ഞാൻ എനിക്ക് ആകെ 14,000 സബ്സ്ക്രൈബർ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു കോപ്പ് ഒന്നും കിട്ടണില്ല. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് റീച്ച് ആവൂല. റീച്ച് ആയിട്ട് എനിക്ക് ജീവിക്കും വേണ്ട. അല്ലാതെ വായ തോന്നി കുറഞ്ഞ പാട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളൂ യൂട്യൂബിൽ. അതുപോലെ എന്നെ കാണണ്ട, എൻ്റെ കമൻറ്റിൻ്റെ ഇതിൽ വരണ്ട. ഞാൻ ചെയ്യുന്നത് എൻ്റെ വ്യക്തി ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈ വണ്ടികളിലൊക്കെ കിടപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് കമൻറ്റ് ഇടുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ച് കമൻറ്റ് ചെയ്യട്ടോ. മനസ്സിലായില്ലേ? ആ വിഷമം അത്രയും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയണത്. അപ്പം ഈ ഏതൊരു 4 കമൻറ്റ് ഉണ്ടാവും കരച്ചിൽ വരുന്നു, വിഷമം തോന്നുന്നു. ചേറ്റ അവൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാവണം. അപ്പോൾ അവന് മനസ്സിലാവുള്ളൂ. അതിന് വണ്ടിയോട് ഇഷ്ടം നമുക്കുള്ള ആൾക്കാരത്തല്ലേ പണ്ട് കാര്യമുള്ളൂ. വണ്ടി എന്താ ചന്തി എന്താന്ന് പറഞ്ഞ ആൾക്കാരത്തൊക്കെ നമ്മൾ എന്ത് വർത്താനം വേണ്ട കാര്യം പായി. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഫ്രണ്ടിലൊക്കെ വണ്ടിയുടെ കണ്ടില്ലേ കോലം കെട്ടിട്ടായിരിക്കുന്നത് മൊത്തം കണ്ടില്ലേ, ആകെ കോളായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ സൈഡ് കൂടെ ഒക്കെ നടക്കാം. ഈ സൈഡിൽ വണ്ടിയുടെ എന്തൊരു ഗുണം പറഞ്ഞാൽ വള്ളിപ്പടർപ്പുകളും മറ്റേ വണ്ടികളിൽ വള്ളിപ്പടർപ്പുകളും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല എന്ന് മാത്രം. ഓലക്കൂടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എന്താ അത്? അപ്പോൾ വണ്ടിയുടെ നോക്കി ഇതിൻ്റെ പച്ചപ്പല്ലത് ഇതുപോലെ എന്തോ ഒരു തുരുമ്പ് കയറിയ പോലെ അതിൻ്റെ ബോർഡർ മുകളിലൊക്കെ. ഈ സൈഡിലൊക്കെ വെള്ള വണ്ടിയല്ലേ, അതിൻ്റെ മുകളിൽ തുരുമ്പ് കയറിയ മോഡലായി. പിന്നെ ഇതൊക്കെ നമുക്കൊരു കേരള ലൈൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, അത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോണൊരു വണ്ടിയാണെന്ന് എവിടെ കണ്ടാലും നമുക്കൊരു അഭിമാനമായിരുന്നു ഈ വണ്ടി എന്ന് പറഞ്ഞാൽ. നമ്മൾ എവിടെ നോക്കുമ്പോൾ ഞാൻ സേലത്ത് പോയിട്ടും പറങ്ങിയാടിലൊക്കെ ഈ വണ്ടികൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വണ്ടിയാണെന്ന് പറയുമ്പോൾ ഒരു അഭിമാനമായിരുന്നു. ആ വണ്ടികളാണ് ഇപ്പോൾ ഇതുപോലെ കിടക്കണത്. വേറൊരു ചേട്ടാ ഈ വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ അധികം റീച്ചായില്ല. അപ്പോൾ എന്നെ പോലത്തെ ഒരു ചാനൽ പറഞ്ഞാൽ വളരെ ചെറിയ ചാനലാണ്. ഞാനിത് ഇട്ടാലും ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മളതൊക്കെ ഏറ്റെടുത്തിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് പല ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു ശാപമോക്ഷം കിട്ടും. ഇതെനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, എനിക്ക് സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാൻ പറയാറുണ്ട്. ഇതെനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിനെ കിടപ്പ് കണ്ടിട്ട് പറയുന്നതാണ് ഭായിമാരെ. നോക്ക് ഇതിൻ്റെയൊക്കെ തുരുമ്പെടുത്ത് എൻ്റെ ടാഗ് ആക്സിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നോക്കി വല്ലാത്തൊരു വിഷമം തോന്നുന്ന കാഴ്ചകളാണ്. പിന്നെ ഒരൊറ്റ സമാധാനം പറഞ്ഞാൽ മറ്റേ പൂപ്പിലും മറ്റേ സംഭവങ്ങളും കയറിയിട്ടുണ്ടെങ്കിലും ഈ വള്ളിപ്പടർപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറിയിട്ടില്ല എന്നാണ് ഒരു സമാധാനമായിട്ടുള്ളൊരു കാര്യം ഇതിൽ കാണാനുള്ളത്. ഇനി നമുക്ക് ബാക്കിൽ നിന്ന് കാട്ടിത്തരാം കേട്ടോ. ഈ വീഡിയോ നമ്മളിങ്ങനെ വീണ്ടും ഇരുന്ന് അതിൻ്റെ ഒരു എന്താ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇത് കണ്ടിട്ടൊരു ഇതാരെങ്കിലും കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു കാര്യമാവില്ലേ. ഇവിടെ തൊട്ട് റെയിൽവേ ലൈനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അങ്കമാലി പരിസരമാണല്ലോ അത്. അപ്പോൾ
കേരള ലൈൻസിൻ്റെ ഇത് അഡ്ലക്സിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ഈ വണ്ടി കിടക്കുന്നത്, അവിടെയുള്ള പമ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് കാണുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കേരള ലൈൻസ് സിദ്ധഗംഗ എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ബേയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കേരള ലൈൻസ് ഇപ്പോഴും സജീവമായിട്ട് ഓടുന്നുണ്ട്. ഒരു വ്യക്തികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേരള ലൈൻസ് ഓടുന്നുണ്ട്, ഇത് ലീസ്ഡ് വണ്ടികളാണ് സിദ്ധഗംഗയുടെ, അതാണിപ്പോൾ ഓടാതെ കിടക്കുന്നത് പമ്പിൽ. അത് ലയബിലിറ്റീസ് ഒരുപാടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രസ്ഥാനം ഞാൻ നേരത്തെ ഉള്ളിൽ നിന്ന് കാട്ടിയ ഭാഗമാണ് കേട്ടോ. നോക്കി അതിൻ്റെ ഗ്ലാസ്സൊക്കെ പൊട്ടി കിടക്കണം, നോക്കി കംപ്ലീറ്റ് പൊട്ടിച്ച് എനിക്ക് ഈ കൊമ്പ് കൊണ്ട് പൊട്ടിയതാണോ. അപ്പോൾ എന്തൊരു പ്രസ്ഥാനമാണെങ്കിലും നമ്മളിപ്പോൾ അത് എന്ത് കുട്ടിയൊക്കെ കുറിച്ച് ഇറക്കിയ വണ്ടികളായിരിക്കും ഇതൊക്കെ. ഇപ്പോൾ വോൾവോ 9600 ഉണ്ട്. ഈ 9600 ഒക്കെ സ്ലീപ്പർ വണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പൊന്നുപോലെ നോക്കും. ലാസ്റ്റ് ഒരു കോവിഡോ കൊറോണയോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കും വേണ്ട, തുരുമ്പായി ഇങ്ങനെയായി. ഈ വണ്ടിയൊക്കെ വാങ്ങിയ ഈ പൈസ കൊണ്ട് 1.5 കോടി വിലയുള്ള വണ്ടികൾ, ഈ പൈസ കൊണ്ട് വില സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇരട്ടി പൈസയ്ക്ക് വിൽക്കായിരുന്നു. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി പ്രസ്ഥാനത്തിൽ ഒരാളും രക്ഷപ്പെടാത്തത്. നമ്മുടെ വരവേൽപ്പ് ശൈലിയാണ് എല്ലാ ആൾക്കാരും ജീവിതം. ഒരു പ്രസ്ഥാനം ഇവിടെ വിജയിക്കില്ല. കുടി, യൂണിയൻ പ്രശ്നങ്ങൾ, ക്ഷേമനിധി, അത് ഇത് ആരും ഒരു ജനമുള്ള ഒരു പാഷൻ്റെ പുറത്ത് വണ്ടി വാങ്ങാമെന്നല്ലാതെ ഇതുകൊണ്ട് ജീവിച്ച് ഭയങ്കര കാശുണ്ടാക്കാൻ വെച്ചിട്ട് ഒരാളും വണ്ടി പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങില്ല. വണ്ടിപ്പണി തെണ്ടിപ്പണിയാന്നെല്ലാവരും പറയും. സത്യമുള്ളൊരു കാര്യം കേട്ടോ. നമുക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിത് ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും ഇത് കണ്ടിട്ട് ഈ വണ്ടിക്ക് ഒരു ശാമോഷം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. അതിൻ്റെ ഒരു കിടപ്പ് നോക്ക്, മനസ്സിലായില്ലേ? വല്ലാത്ത ഒരു കിടപ്പാണ്. 14.5 മീറ്റർ ലെങ്ത്തുള്ള വണ്ടി ആണിത്. സ്കാനിയാണ്. സ്കാനിയക്കാർ അവർക്ക് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവരത് അടയ്ക്കാതെ അവർ പറയുമ്പോൾ വിടില്ല. സ്കാനിയെ സംബന്ധിച്ച് അങ്ങനെയാണ്. സ്കാനിയ ഫോക്സ് വാഗൺ ഓൺ ഫിനാൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ വണ്ടികൾക്കൊക്കെ. അത് ഇപ്പോൾ തിരിച്ച് അവർക്ക് ആ ലയബിലിറ്റീസ് ചെയ്യാതെ പറ്റുന്നുണ്ടാവില്ല ബാങ്ക്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു ടാക്സ്, പിന്നെ അത് മാത്രമല്ല മറ്റേ ഓൾ ഇന്ത്യൻ പെർമിറ്റാണ്, അതിൻ്റെ ടാക്സുകളും പെർമിറ്റുകളും ഇൻഷുറൻസും ഇതൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ കംപ്ലീറ്റ് വിരൂപമായിട്ടാണ് കിടക്കണത് കേട്ടോ. അത് ഈ മരത്തിൽ നിന്ന് വീഴുന്ന ചണ്ടിപ്പണ്ടാറങ്ങൾ കംപ്ലീറ്റ് ഒലിച്ചിറങ്ങിയിട്ടാണ് ഇത് ഇങ്ങനെ നാശമായിട്ട് ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് ഈ ഭാഗം മൊത്തം ഇങ്ങനെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, കംപ്ലീറ്റ് വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ കേരള ലൈൻസ് നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഒരു കാലത്ത്. ഈ ഏരിയ ഒക്കെ ഇങ്ങനെ കറുത്ത് പുകഞ്ഞുകൊണ്ടാണ്. ഇതിപ്പോൾ ഇത് ഒരു നാണക്കേട് വേണം. ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ വണ്ടികൾ ഇങ്ങനെ കാണില്ലേ. നമുക്ക് നൈറ്റ് സർവീസിൽ മേഖലയിലുള്ള ആൾക്കാർക്ക് മുഴുവൻ നാണക്കേടാണ് ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇതൊക്കെ തുറന്നിട്ടിരിക്കുകയാണിത്, അടയ്ക്കാൻ പറ്റണില്ല കേട്ടോ. ഡോറൊക്കെ ആകെ കോളായി. അത് പിന്നെ അതൊക്കെ തുറന്നിട്ടേക്കുന്നുണ്ടല്ലോ. മുരുകൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അതൊക്കെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്, ആർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം, അങ്ങനത്തെ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണ് രണ്ടാമത്തെ വണ്ടി. എൻ്റെ ഫ്രണ്ട് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഉണ്ടല്ലേ, ഇത് 2 വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറയാം, അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് എത്ര കാലം ഇവിടെ ഇങ്ങനെ കിടക്കുമോ. ഈ പമ്പുകാർ എന്താണ് ഇത് മിണ്ടാതിരിക്കുന്നത്, ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കണേ. കുറേ കാലം കഴിഞ്ഞ് പമ്പുകാരും ഇവിടെ നിർത്തി കൊണ്ടുപോകാൻ പറയും. ലാസ്റ്റ് സ്ക്രാപ്പ് കണ്ടീഷനിൽ ഈ സാധനങ്ങളൊക്കെ പൊളിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരും. അതും നമ്മൾ കാണേണ്ടി വരും. നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തപ്പോൾ കേരള ലൈൻസിൻ്റെ ആ വണ്ടി എടുത്ത് കൊണ്ടുപോയിരിക്കണം. 2 വണ്ടി അവിടെ കിടന്നിരുന്നു പത്തനംതിട്ടയിൽ. ഒരു വണ്ടി വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണണം കേട്ടോ. അതിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള കേരള ലൈൻസിൻ്റെ വണ്ടികളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാലേ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വന്നിറങ്ങിയ സമയത്ത് കണ്ട വണ്ടി കേരള ലൈൻസ്. ഈ വണ്ടിക്ക് വലിയ സീനില്ല. ഇത് പിന്നെ കിടക്കുന്ന ഒരു ഓപ്പൺ ഇതുപോലെ സ്പേസിലാണ്. അത് മറ്റേത് മരം ഉണ്ട് അവിടെ, മരത്തിൻ്റെ താഴെയാണ്. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ പ്രശ്നം. എങ്ങനെയാണേലും എന്താ പറയുക, വല്ലാത്തൊരു കഷ്ടമാണ് ഇങ്ങനെ വണ്ടികളിങ്ങനെ കാണുമ്പോൾ. വണ്ടി പ്രേമമുള്ള അല്ലെങ്കിൽ വണ്ടി സ്നേഹമുള്ള ആൾക്കാർക്ക് പറ്റില്ല. ഇത് കാണുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, 1 വർഷം മുന്നേ ഒരു ചേട്ടായി ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും റീച്ചൊന്നും ആയില്ല. അന്ന് തന്നെ വണ്ടിക്ക് പച്ചപ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ ആകെ നാശമായിട്ട് കിടന്നായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും 1 വർഷം കഴിഞ്ഞു. എന്താ ചെയ്യാല്ലേ. ഇതിപ്പോൾ കല്ലടയുടെ അവസ്ഥ എങ്ങനെയാണ്. കല്ലടയും കിടക്കുന്നുണ്ട്, ഇതുപോലെ കുറേ വണ്ടികൾ. ചിറാഗ് കിടക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. ചിറാഗ് സ്ലീപ്പർ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ പച്ചപ്പാണ്. ഇത് വീണ് ഡോർ അടച്ചിട്ടൊക്കെ കിടക്കുന്നത്, അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ ഫ്രണ്ട് എന്താ ഗ്രാൻഡ് എഡിഷൻ എന്നൊക്കെ ഉണ്ട്. ഇതിൻ്റെ സാധനം പോയിട്ടില്ല, സമാധാനം. എംബ്ലം പോയിട്ടില്ല, ആരും പറിച്ചെടുത്തിട്ടില്ല. ഈ എംബ്ലത്തിനൊക്കെ ഞാൻ എന്നും പറഞ്ഞ പോലെ നല്ല വിലയുണ്ട്. ഗണപതിയുടെ വിഗ്രഹം എന്താ ഒരു കഷ്ടമാണ് ഇതൊക്കെ ചെയ്യണത്. എന്താ വെച്ചാൽ
ഇത്രയും 3.5 കോടി വിലയുള്ള വണ്ടിയാണിത്. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ നശിച്ച് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണിത്. നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇത് ആർക്കെങ്കിലും എത്തിച്ച്. എല്ലാവരും പറയും കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ, ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ നിങ്ങളെന്നും പറഞ്ഞായിരുന്നു. ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയല്ല, ഇത് കെയിലേറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. കമൻറ്റ് ചെയ്ത കുറച്ച് ചേട്ടന്മാരുണ്ട് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്, കേരള സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് കെയിലേറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ വണ്ടിക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ബാങ്കുകാരോ അല്ലെങ്കിൽ സ്കാനിയ ഗ്രൂപ്പുകാരോ അങ്ങനെ ആർക്കാണോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അവർ ചെയ്ത് കൊടുക്കുക. ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ വലിയ വലിയ ലോകോത്തര ലോകകട എന്നൊക്കെ പറയില്ല, ലോകകടങ്ങൾ വരെ നമ്മൾ എഴുതി തള്ളുന്നില്ലേ, അതുപോലെയൊക്കെ ഒന്ന് എഴുതി തള്ളുന്നേ. ഇങ്ങനെ ഒരു വണ്ടികളെ നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു പ്രസ്ഥാനത്തിനെ കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ എളുപ്പമൊന്നുമല്ല, നശിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ഈ വണ്ടിക്ക് അധികം വലിയ സീൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഡോറും ഓപ്പണാണ്, കണ്ടോ, ഡോറൊക്കെ ഓപ്പണായിട്ടൊക്കെ കിടക്കണേ. ഇതിൻ്റെ റിട്രാർഡബിൾ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ സ്റ്റീറിംഗ് വീൽ ഇങ്ങനെ ഇരിക്കണം. പിന്നെ ചാവിയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ, അത് വണ്ടിയുടെ ചാവിയാണോ? ആകെ നോക്കി ഈ സാധനം പൊട്ടിച്ചിട്ടേക്കണ നോക്കി, ഈശ്വര സാധനമാടാ യൂണിറ്റ്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നല്ല ചേരാന്ന് പറയില്ല, അതുപോലെ ഇതൊക്കെ പൊട്ടിച്ചിട്ടേക്കണു. അതുപോലെ റിമോട്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ടേക്കണു. ഇതൊക്കെ വല്ലാത്തൊരു വിഷമം. ആർക്കും വന്ന് കയറിയിട്ട് എന്തോ ആഭാസത്രം കാണിക്കാമല്ലോ, ആരും ഒന്നും പറയല്ല. ക്യാമറയൊക്കെ ഉണ്ട് കണ്ടുള്ളിൽ, എന്തും ചെയ്യാം, തോന്നിവാസം ചെയ്യാം. മറ്റേ ഡോർ അടച്ചു കിടക്കണ്ട, ഈ ഡോർ കൂടെ ഉള്ളിലേക്ക് കയറിയാൽ മതിയല്ലോ. ഇൻറ്റീരിയറൊക്കെ നോക്കിയ അവസ്ഥ വല്ലാത്തൊരു ചെയ്ത്തന്നെ അല്ലേ. ആർക്കും ഈ ഗതി പെടരുതേ ഭഗവാനെ. ഇത്ര നല്ല വണ്ടി, അത് നമുക്കൊക്കെ അത്രയും ഇഷ്ടമുള്ള വണ്ടിയാണ് കേരളൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ. കേരളൈൻസ് അല്ല, സ്കാനിയ എന്ന് പറഞ്ഞാൽ അറിയണമൊന്നുമില്ല. അതൊക്കെ നാശം. ഇനിയിപ്പോൾ ആർക്കും എൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. ഇവിടെ ഒരു കുറേ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ ഒരു വണ്ടികളിൽ ലോറികൾ മറ്റേതൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് കൂടെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ പമ്പ് വന്ന ആ ഭാഗത്ത്, ആ പമ്പ് അവിടെ അതേ നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ വലിയ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ ഒരു ടോറസ് ലോറി വന്നാൽ അപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല ഒതുങ്ങിയ സ്ഥലത്താണ് ഈ വണ്ടികൾ കിടക്കണം. അതുകൊണ്ട് പിന്നെ സമാധാനം. പമ്പിൻ്റെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരില്ല, പക്ഷേ സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ അടുത്താണ് ഇത് ചോദ്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിക്കും ലാസ്റ്റായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കാനിയ ഗ്രൂപ്പിൻ്റെ അടുത്താണ് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കണ്ടിട്ട് ചെയ്യാൻ പറ്റുമോ. മൂന്നാമത്തെ ചോദ്യം കേരള ലൈൻസിൻ്റെ ഗ്രൂപ്പിൻ്റെ അടുത്തും സിദ്ധഗംഗ ഗ്രൂപ്പിൻ്റെ അടുത്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ടൂറിസം ഗ്രൂപ്പിൻ്റെ അടുത്താണ് ചോദിക്കണേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. ചെയ്യാൻ പറ്റില്ലെങ്കിൽ എൻ്റെ എന്തായാലും ഈ ഒരു ഇതോടുകൂടി എൻ്റെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമുക്ക് സപ്പോർട്ടൊക്കെ തരിക. പറ്റുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ ചാനലൊന്ന് പരമാവധി ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയ്ക്കൊക്കെ നമുക്ക് പറയാനുള്ളൂ. അവിടെ എന്തോ ഒരു ഷൂട്ട് എന്തോ നടക്കുന്നുണ്ട്, ഒരു സിനിമയുടെ ഷൂട്ടാന്ന് തോന്നുന്നു ആ വണ്ടിയിൽ. ഞാൻ പെട്ടെന്നാണ് ശ്രദ്ധിച്ച് എപ്പോഴാണ് നോക്കിയത്, ആക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉടൻ തന്നെ ഒരു മറ്റൊരു ഗംഭീര വീഡിയോ വരുന്നുണ്ട്, അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ വീഡിയോ നിങ്ങൾ ഇരിക്കരുത്. കാരണം എന്താ വെച്ചാൽ അതൊരു സ്കാനിയ ബസ്സിൻ്റെ വീഡിയോ ആണ്. അതും ആ വണ്ടിയും ഈ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും. പുതിയ ടെക്നോളജി ആയിട്ടുള്ള പുത്തൻ സ്കാനിയയുടെ വീഡിയോ ആണ് ഞാൻ വരാൻ പോണത്. അത് നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുള്ളൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണം കേട്ടോ. അത് ആരും മിസ്സാക്കരുത്. എന്ത് വന്നാലും ആ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. ഇതുപോലുള്ള സ്കാനിയാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മിസ്സാക്കാതെ കാണുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ അതായിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക പരമാവധി. എല്ലാം കൊണ്ടും ഒരു ഹൈറ്റ്സിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. അവർക്കും തൽക്കാലം ബൈ, നമസ്കാരം.